ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 4 സ്ക്രൂ എടുക്കണമായിരുന്നു. അത് കഴിഞ്ഞൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വെയിറ്റ് ഇവിടെ കിടന്നുകൊണ്ട്. അപ്പോൾ ഇത് ടി വി ലിഫ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് പുറകോട്ട് ഊരിയെടുക്കുക. സ്റ്റാൻഡ് ഊരി പോകുന്നു. ഇത് ഇതിനകത്തും ഈ 2 ലാച്ചിലായിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ തിരിച്ച്, ഇതാണ് നമ്മുടെ വരാൻ പോകുന്ന വയ്ക്കാൻ പോകുന്ന ടി വിയുടെ സംഭവം. ഇവിടെ വയ്ക്കാം, അകത്തുനിന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് 2 രീതിയിൽ വയ്ക്കാം. ഒന്നുകിൽ ഇങ്ങനെ വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ കുഴപ്പം, ഇത് രണ്ടും തമ്മിൽ ഇതിപ്പോൾ ഒരു 1/2 ഇഞ്ച് ഉണ്ടെങ്കിൽ മൊത്തത്തിലൊരു 1 ഇഞ്ച് ഇവിടെ ചേർന്നല്ലേ. കാരണം നമ്മളിത് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഗ്യാപ്പ് കിട്ടും. വലിയ പ്രശ്നമൊന്നുമല്ല, കാരണം ഭയങ്കര വെയിറ്റുള്ള ടി വി ഒന്നുമല്ല. ഓക്കെ, എന്തായാലും ഈ സ്ക്രൂ അടുത്ത പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും കാല് വേണ്ട കാലത്ത് തപ്പിയാൽ കിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ സ്ക്രൂ ജസ്റ്റ് ഇവിടെ ടൈറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇങ്ങനെ ടൈറ്റ് ചെയ്യണത് കാരണം ലോഡൊന്നുമില്ല, ചിന്ന വയ്ക്കുന്നതായിരിക്കുമല്ലോ. ഓക്കെ, അടച്ചു. ഇനി നമ്മൾ മൗണ്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു ഹോളുണ്ട്, ഇത് വെച്ചാണ് വാങ്ങാൻ പോകുന്നത്. ഈ ടി വിയുടെ സ്ക്രൂ നമ്മൾ കറക്റ്റായിട്ട് സേവ് ചെയ്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പോൾ കിട്ടുന്ന 2 സ്ക്രൂ ഒക്കെ പറക്കിയിട്ട് മാച്ചായിട്ടുള്ള സ്ക്രൂ പറക്കിയിട്ട് ചെയ്യാണ്. അതുപോലെ വാൾ മൗണ്ടും നമ്മൾ പഴയത് ഇരുന്നാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ അതിന് കറക്റ്റ് ചിലപ്പോൾ നമ്മൾ വാൾ മൗണ്ട് മേടിക്കുമ്പോൾ ആ കൂടെ സ്ക്രൂ കിട്ടും, നമുക്കിതും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ 2 ടൈപ്പ് സ്ക്രൂ ആണ് താഴെ മേലെ വരുന്നത്. പക്ഷേ കറക്റ്റ് സ്ക്രൂ ആണ് കേട്ടോ, കറക്റ്റ്. ഓക്കെ, ടൈറ്റ് ചെയ്തു. ഒത്തിരി ടൈറ്റ് ചെയ്ത് ശ്രദ്ധിക്കണം, കാരണം ഇത് ടി വിയുടെ ബാക്ക് എന്ന് പറയുന്നത് ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പ്ലേറ്റ് ആയിരുന്നു വയ്ക്കുന്നത്. അത്യാവശ്യം നല്ല പ്ലേറ്റാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിപ്പായി പോകും. പിന്നെ നമുക്ക് ടി വി വാൾ മൗണ്ട് ചെയ്യാൻ പറ്റാണ്ട് വരും. അതുകൊണ്ട് എൻ്റെ ഒന്നും സ്ട്രിപ്പായി പോയിട്ടില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് രണ്ടും നമ്മൾ ടൈറ്റ് ചെയ്തു. എപ്പോഴും ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് 2 സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞത് വലിയ വെയിറ്റുള്ള ടി വി അല്ല, ചെറിയ ടി വിയാണ്, 40 ഇഞ്ച് ടി വിയാണ്. ഒത്തിരി വെയിറ്റ് വരില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് വെച്ചത്. ഓക്കെ, ഇതാണ് വാൾ മൗണ്ട്. ഇങ്ങനെ സ്ലൈഡാവും, ഇത് പിടിച്ച് വലിക്കുക, അത് ലോക്കായി. ഊരിയെടുക്കാനായിട്ട് വാൾ മൗണ്ട് നമ്മൾ കാണിച്ചു തരാം. 2 വലിക്കുക, പൊക്കുക, പോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ലെവലർ എന്നൊരു ആപ്പുണ്ട്. എനിക്കിപ്പോൾ സ്പീഡ് ലെവൽ എവിടെയാണ് തപ്പിയിട്ട് കാണാത്തതുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഈ ആപ്പ് വെച്ചിട്ട് Y0 ആണെന്ന് കണ്ടോ, ശരിക്കും നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് 1.6 കുറച്ച് ഇതിപ്പോൾ നമ്മുടെ ഫ്ലോറിന് കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ സാധനം ഓക്കെയാണ്. ഇതാണ് ഇപ്പോൾ കറക്റ്റ് ഫ്ലാറ്റ്. പക്ഷേ ഇത് ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സ്റ്റഡ് ഫൈൻഡറാണ്. ഇത് പ്രസ് ചെയ്യുക, ഇങ്ങനെ നീക്കി വരുമ്പോൾ സ്റ്റഡ് അവിടെ കാണിച്ച്, സ്റ്റഡിൻ്റെ തുടക്കം, സ്റ്റഡിൻ്റെ എൻഡ്, ഒരു ചെറിയൊരു പൊട്ടാണ് സ്റ്റഡ് തുടങ്ങുന്നത്. ഇവിടെ തുളയ്ക്കേണ്ടതാണ് ശരിക്കും, അത്ര ഒന്നും നോക്കുന്നില്ല. നമ്മളിതിട്ടങ്ങ് തുളയ്ക്കാൻ പോകാം. തുളയാണോ നമുക്ക് അറിയാം, കറക്റ്റ് തുളയാണോന്ന്. ഓക്കെ, പോസ് ചെയ്തു. സ്ക്വയറാണ് ബിറ്റ്, വുഡിൻ്റെ സ്ക്രൂ ആണ്, 2.5 ഇഞ്ച്. ഇത്രയും വലുത് വെക്കാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ മടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ക്രൂ ആണ് വെച്ചാൽ ചെയ്യുന്നുള്ളൂ ഒരു സൈഡിലെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ക്രൂ മൊത്തം ചെയ്യുമ്പോൾ മരം പോവും എന്നൊരു തോന്നലാണ്. അപ്പോൾ നമ്മൾ നമ്മളിത് വെക്കുമ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് മാറ്റം ഉണ്ടായേക്കാം. ഓ, പെർഫെക്റ്റ്. ഓക്കെ, ഇങ്ങനെ വളരെ റെയറായിട്ട് സംഭവിക്കാറുണ്ട്. 0 ഡിഗ്രി വൈൽ വന്നേക്കുന്നത്. ടി വി ഇച്ചിരി അങ്ങോട്ട് തള്ളാൻ നല്ല. അതെ, ഇപ്പോൾ 0 തന്നെയാണ്. അപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്യാൻ പോവാം.
അതെ, ആ സ്ക്രൂ കുറച്ചു. ഈ സ്ക്രൂ പകുതി നമ്മളിങ്ങനെ ടൈറ്റായി. ഇത് താഴെ ശരിക്കും കുറവാണ്, പക്ഷെ കുഴപ്പമില്ല, കാരണം താഴേക്കാണ് ടി വി ലോഡാവാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഇവിടെ സ്ക്രൂ ഇല്ലാലും കുഴപ്പമില്ല. 2 സ്ക്രൂവിൽ നിന്ന് വെയിറ്റ് താങ്ങുമെങ്കിൽ ഇത് താഴേക്കല്ല ഇരുത്തുന്നത്. അപ്പോൾ ഇവിടെ സ്ക്രൂ ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലിപ്പ് ആവാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഹാങ് ആവുന്നു, ഇവിടെ ജസ്റ്റ് സപ്പോർട്ട് മതി. നമുക്ക് നോക്കാം, ടി വിയിലൊക്കെ വെയിറ്റ് വരുമ്പോൾ പറഞ്ഞു പോരുവാന്ന് തോന്നിയാൽ നമുക്ക് അന്നേരം നോക്കാം. ഓക്കെ, ഹാങ് ചെയ്തു. 2 സ്കൂളിൽ നിർത്താമെന്ന് വിചാരിച്ചാണ്, പക്ഷെ വെച്ച് കഴിയുമ്പോൾ ടി വിക്ക് ഇത്തിരി വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ടെൻഷൻ. ടി വി ചാടി പൊട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ ഓർത്തു. എൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഈ 2 അടുപ്പിച്ച് ഒരു സ്റ്റഡ് സ്ക്രൂ ഒന്നുമില്ല. അപ്പോൾ സ്റ്റഡിൻ്റെ പിന്നെ അത്ര ബേസ് ഫ്ലാറ്റാണ്. അപ്പോൾ ഫ്ലാറ്റ് വർഷം ഇതിനിടുന്നത്. കുറച്ചു നമ്മുടെ അടുത്ത സ്ക്രൂ എന്ന് പറയുന്നത് ടൈപ്പ് ഇടാം. അപ്പം ഞാൻ വേറെ ടൈപ്പ് വാഷ് ഇടുന്നത്, ഇത്തിരിയും കൂടെ വലിയ വാഷ് എങ്കിലാണ് കുറച്ചുകൂടെ ഒരു സൂത്രനായിട്ടിരിക്കുള്ളത്. സെറ്റ് അതങ്ങനെ ഒരു ഓക്കെ. എൻ്റെ ബിറ്റ് കറക്റ്റല്ല, ബിറ്റ് മാറണം. ആ ബിറ്റ് സത്യം നല്ല ബിറ്റായിരുന്നു. ഞാൻ പണ്ട് ഈ ഇമ്പാക്ട് ഗൺ ഇല്ലാതിരുന്ന കാലത്ത് ഡ്രില്ലിട്ട് അടിച്ചാണ് എല്ലാം ഉരുണ്ടുപോയത്.